യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഈശോയിലേറ്റ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവകൽപ്പനകളുടെ ഒക്കെ സാരാംശം എന്താണെന്ന് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. അതിന് തത്തുല്യമായ മറ്റൊരു കൽപ്പന കൂടി ഉണ്ടെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. അത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആ ഒരു വ്യക്തിയെ ദൈവം നീതിമാൻ എന്ന് വിളിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചുറ്റുപാടും ജീവിക്കുന്ന നീ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നോട് കൂടെ ജീവിക്കുന്ന വ്യക്തികളുമായുള്ള നല്ല ബന്ധം, അത് ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ പ്രീതികരമായ കാര്യമാണ്. ദൈവാരാധന പോലെ, ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിൻ്റെ സഹോദരനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുക എന്നുള്ളത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു തെറ്റായ ബോധ്യം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, വിശുദ്ധ ബലി അർപ്പിക്കണം, അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി നടത്തണം, അങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രാർത്ഥനയും ഭക്തിയൊക്കെ വേണം. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. മനുഷ്യരല്ലേ, വഴക്കുണ്ടാക്കും, കോപിക്കും, പ്രശ്നങ്ങളുണ്ടാക്കും, കേസ് കൊടുക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കയറി കിടക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല. വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സുവിശേഷങ്ങളിലൊന്ന്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. കാണപ്പെടുന്ന സഹോദരൻ അവൻ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനും ആയിക്കോട്ടെ, കാണപ്പെടുന്ന സഹോദരൻ അവൻ ഏത് നിറത്തിലുള്ള ആളുമായിക്കോട്ടെ, കാണപ്പെടുന്ന സഹോദരൻ അവൻ ഏത് രാജ്യക്കാരനുമായിക്കോട്ടെ, കാണപ്പെടുന്ന സഹോദരൻ അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടയാളുമായിക്കോട്ടെ, നിന്നെപ്പോലെ മനുഷ്യനായി ജനിക്കാൻ അനുവാദം കിട്ടിയ, മനുഷ്യനായി ജീവിക്കുന്ന നീ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും നിനക്ക് നല്ല ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ, ദൈവാനുഗ്രഹത്തിൽ നിലനിൽക്കാൻ അത്യാവശ്യം വേണ്ട കാര്യമാണെന്ന് പലതവണ സുവിശേഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 21 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് നമുക്ക് സഹോദരങ്ങളുമായിട്ടുള്ള രമ്യതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനും അതുപോലെ തന്നെ ധ്യാനത്തിനുമൊക്കെ വരുന്ന പലരോടും സംസാരിച്ചിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സഹോദരങ്ങൾ തമ്മിൽ നല്ല ബന്ധമില്ലാത്തതാണ്, മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധമില്ലാത്തതാണ്, ജീവിത പങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്തതാണ്, മക്കളുമായിട്ട് നല്ല ബന്ധം, ഏറ്റവും അടുത്ത ബന്ധങ്ങളുള്ള ദൈവം യോജിപ്പിച്ച ബന്ധമെന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം ബന്ധങ്ങളിൽ പോലും ഒരു ഭിന്നതകൾ കയറി വരുമ്പോൾ ആ ഭിന്നതയിലൂടെ കയറി വരുന്ന പിശാച് തകർത്തിട്ടിരിക്കുന്ന കുടുംബങ്ങളായിട്ട് പല കുടുംബങ്ങളും മാറാറുണ്ട്. അപ്പോൾ ആ ഭിന്നതയെ പരിഹരിക്കാനായിട്ട് അവരോട് നിർദ്ദേശിക്കുമ്പോൾ അത് നടക്കില്ലാത്ത കാര്യമാച്ചോ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാച്ചോ. ഇനി ചിലർ പറയും അത് എൻ്റെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്,
എന്നാൽ നീ അവരുടെ വീട്ടിൽ പോകാൻ തയ്യാറാണോ? അവർ ക്ഷമിക്കാത്ത നമ്മളങ്ങോട്ട് പോയിട്ട് വെറുതെ എന്തിനാ? ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാനുഷികമായ ബന്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള വിള്ളൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്കും നാശത്തിനും കാരണമാകുമെന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സുവിശേഷം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടുക. ഒന്ന് പരിശോധിക്കണം. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നിനക്ക് നിൻ്റെ കൺമുമ്പിലുള്ള നിൻ്റെ ജീവിത പങ്കാളിയോട്, നിൻ്റെ മാതാപിതാക്കളോട്, നിൻ്റെ മക്കളോട്, നിൻ്റെ സ്വന്തം സഹോദരങ്ങളോട്, നിൻ്റെ ജീവിത പങ്കാളിയുടെ സഹോദരങ്ങളോട് ഭിന്നതയും കലഹവും സംസാരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. സാത്താൻ നിൻ്റെ കുടുംബത്തെ കണ്ണുവെച്ചിരിക്കുന്നു, സാത്താൻ നിൻ്റെ ജീവിതത്തെ ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന് നീ തിരിച്ചറിയുക. കാരണം കാണപ്പെടുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള നല്ല ഒരു ബന്ധമില്ലാത്ത, ഊഷ്മളമായ ബന്ധമില്ലാത്ത അവസ്ഥ, അത് സ്പിരിച്വൽ ഡ്രൈനസ് ആണ്. ആത്മീയമായ അത് ഒരു ആത്മീയമായ ഒരു ഉണക്കാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരു ദൈവാനുഗ്രഹമില്ലാത്ത അവസ്ഥയാണ്, നനവില്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് പൈശാചിക ശക്തികൾ തിന്മയുടെ സ്വാധീനത്തിന് കടന്നു വരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് 21-ാമത്തെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വചനം, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കൊല്ലരുത് എന്ന് പൂർവികരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പഴയ കൽപ്പനയാണ്, പഴയ നിയമമാണ്. പഴയ നിയമത്തിലെ കാര്യം ഈശോ പറയുന്നത് കൊല്ലരുത് എന്നത്. കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ന്യായവിധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും വരുന്ന വിധിയാണ് ന്യായവിധി. അതിനകത്ത് സാക്ഷികളെ ആവശ്യമില്ല, അതിനകത്ത് തെളിവുകൾ ആവശ്യമില്ല, അതിനകത്ത് സാഹചര്യ തെളിവുകൾ ആവശ്യമില്ല, അതിനകത്ത് ഫോറൻസിക് റിപ്പോർട്ട് ആവശ്യമില്ല, അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ കോടതി ഇതെല്ലാം വെച്ച് വിധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് ന്യായാധിപനായ ദൈവം തന്നെയാണ് തെളിവെടുക്കുന്നത്. അവന് നിൻ്റെ തെളിവിൻ്റെ ആവശ്യമില്ല. നീ നിരത്തുന്ന കാരണങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒന്നും അവിടെ വിലയില്ല. അവിടെ നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരേ ഒരു അഡ്വക്കേറ്റ്, ഒരേ ഒരു വക്കീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദി ഓൺലി അഡ്വക്കേറ്റ്, ഏക മധ്യസ്ഥൻ, യേശുവിനല്ലാതെ മറ്റാർക്കും അവിടെ മധ്യസ്ഥം വഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് യേശുവാണ് ഏക മധ്യസ്ഥൻ, യേശുവിലൂടെ അല്ലാതെ അവിടെ മറ്റൊരു മധ്യസ്ഥനില്ല. വീണ്ടും വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യുന്ന വ്യക്തി, അത് പഴയ നിയമമാണ്, കൊലപാതകം ചെയ്യുന്ന വ്യക്തി ന്യായവിധിക്ക് അർഹനാവും എന്ന് പറഞ്ഞാൽ തത്തുല്യമായ വിധി, അതായത് നിന്റെ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ നിനക്ക് ലഭിച്ചിരിക്കും, ഒരു തെളിവുകളും ഇല്ലാതെ. കാരണം തെളിവൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവമെല്ലാം പകല് പോലെ കാണുന്നവനാണ്. സങ്കീർത്തനം 139 മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാമല്ലോ. രാവും പകലും കാണുന്നവൻ, നീ നടക്കുന്നതും നീ എടുക്കുന്നതും നിൻ്റെ കിടപ്പും നടപ്പും ഒക്കെ അറിയുന്നവൻ, ഒരു വാക്ക് നിൻ്റെ നാവിലെത്തുന്നതിന് മുമ്പേ അറിയുന്നവൻ. കായേൻ ആബേലിനെ കൊന്ന് കുഴിച്ചുമൂടി ആരും കാണാതെ രക്തം പോലും മറവ് ചെയ്തിട്ട് രക്തം സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുന്നു എന്ന് പറയുന്ന കർത്താവ്. പഴയ നിയമപ്രകാരം ഈശോ പറയുകയാണ് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഇതുപോലും പലരും ചിന്തിക്കുന്നില്ല, പലരും അതുപോലും അറിയുന്നില്ല. ഈ പഴയ നിയമം പോലും അറിയുന്നില്ല. ഇനി അതിന് പുതിയ നിയമം ഈശോ പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് പുതിയ നിയമമാണ്. പിതാവായ ദൈവം നൽകിയ നിയമത്തെ പൊളിച്ചെഴുതി പുത്രനായ ദൈവം പുതിയ നിയമം നൽകുകയാണ്. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ന്യായവിധി എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിന്റെ തെളിവിൻ്റെ ആവശ്യമില്ല. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. നീ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങളോ, നീ പറയുന്ന വാദപ്രതിവാദങ്ങളോ, നീ നിരത്തുന്ന സാക്ഷ്യങ്ങളോ തെളിവുകളോ ഒന്നും കർത്താവിന് ആവശ്യമില്ല. ഒറ്റ വാക്ക്, പുതിയ നിയമം. ഇതാണ് പുതിയ നിയമം. ഇതനുസരിച്ചായിരിക്കും പുതിയ നിയമത്തിലെ വിധികർത്താവായ യേശു, പുതിയ നിയമത്തിലെ നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥൻ തന്നെയായ യേശു, നമ്മുടെ വക്കീല്, അഡ്വക്കേറ്റ് തന്നെയായ യേശു, വിധിയാളനായ യേശു, ദൈവപുത്രനായ യേശു പറയുകയാണ്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. വളരെ ഗൗരവകരമായ കാര്യമാണ്. എത്രയോ പേരോട് നമ്മൾ എത്രയോ ദിവസങ്ങളിൽ കോപിക്കുന്നു. ഒരുപക്ഷെ പല കാരണങ്ങളും ഉണ്ടാവാം. പക്ഷേ എന്നാൽ കർത്താവ് ഒരു വ്യത്യാസവും കൂടാതെ, യാതൊരു ഉപശീർഷകവും കൂടാതെ, മറ്റ് പ്രസ്താവനകളൊന്നും കൂടാതെ കർത്താവ് പറയുകയാണ്, കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും.
അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങളുടെ കോപിക്കാം, നിൻ്റെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, സന്ധ്യയാകുന്നതിന് മുമ്പ്, രാത്രിയാകുന്നതിന് മുമ്പ്, ആ പകൽ അവസാനിക്കുന്നതിന് മുമ്പ്, അന്നത്തെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നീ അവനോട് മാപ്പ് ചോദിക്കുക, അത് അവസാനിപ്പിക്കുക. ആ ഒരു കോപവുമായിട്ട് നീ ഉറങ്ങാൻ പോകരുത്. കോപവുമായിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ ഒരുപക്ഷെ സാത്താൻ നിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നീ ഇടം കൊടുക്കാം. അതുകൊണ്ട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാരണം കോപം വിദ്വേഷത്തിലേക്ക്, പകയിലേക്കൊക്കെ നയിക്കും. കോപം പകയായിട്ട് മാറും, കോപം വിദ്വേഷമായിട്ട് മാറും. കോപത്തിന് അങ്ങനെ വലിയ ശക്തിയുണ്ട്. അത് സഹോദരനോട്, ആബേലിനോടുള്ള കോപം, കായൻ്റെ കോപമാണ് വിദ്വേഷമായിട്ട് മാറുന്നത്, പകയായിട്ട് മാറുന്നത്. അത് അവസാനിക്കുന്നത് ഒരു കൊലപാതകത്തിലാണ്, ഒരു രക്തപാതകത്തിലാണ്. അതിൻ്റെ നാശനഷ്ടങ്ങൾ അനുഭവിച്ചവനാണ് കായൻ. അതുകൊണ്ട് കായൻ്റെ സംസ്കാരം പിന്തുടരാതെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പുതിയ നിയമപ്രകാരം ആണ് വിധി നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. രണ്ടാമതൊരു കാര്യം കർത്താവ് പറയുന്നത്, സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒന്ന്, കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നീ നിൻ്റെ സഹോദരനെ ബോഷ, ആരാ ബോഷൻ? ബോഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവൻ, മണ്ടൻ. ബോഷൻ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുന്നവൻ, മോശപ്പെട്ടവൻ. നീ നിൻ്റെ സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവർ, ഒരു സാമൂഹ്യ നിയമമാണെങ്കിലും ദൈവപുത്രനായ യേശു നൽകിയ സാമൂഹ്യ നിയമം. അതുകൊണ്ട് ദൈവം പറഞ്ഞതിന് മാറ്റമില്ല, ദൈവപുത്രനായ യേശു പറയുന്നതിന് മാറ്റമില്ല. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ, അത് ഏത് സഹോദരനുമായിക്കോട്ടെ, ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാതിരിക്കട്ടെ. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ഗിരിപ്രഭാഷണങ്ങളിൽ തന്നെ ഈശോ പറയുന്നുണ്ട്, 5-ാമത്തെ അധ്യായത്തിൽ 33 മുതലുള്ള വചനങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്ക്, 37-ാമത്തെ വചനം, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇപ്പോൾ ബോഷ എന്നുള്ള വാക്കൊക്കെ വരുന്നത് ദുഷ്ടനിൽ നിന്നാണ്. നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല എന്നോ ആയിക്കട്ടെ. അതായത് അതെ അല്ലെങ്കിൽ അല്ല, അതിലപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ബോഷ എന്ന വാക്ക് വരുന്ന വ്യക്തി, അതിന് തത്തുല്യമായ വാക്കുകൾ, മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്ന വ്യക്തി, ആ വ്യക്തി ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ന്യായാധിപ സംഘത്തിന് മുമ്പിൽ, ലോകത്തിലെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ തെറി പറയുന്ന വ്യക്തി, മോശമായ നാവിലൂടെ അശ്ലീലങ്ങൾ മാത്രം വരുന്ന വ്യക്തി, ആ വാക്കിൻ്റെ പേരിൽ, നിൻ്റെ നാവിൻ്റെ പേരിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വീണ്ടും 3-ാമത്തെ കാര്യം കർത്താവ് പറയുകയാണ്, വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. സഹോദരനെ, സഹോദരിയെ, അതായത് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ആരും ആയിക്കോട്ടെ, അയൽവക്കംകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവരോട് പെരുമാറുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ പെരുമാറാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. നീ ഒരാളെ വിഡ്ഢി എന്ന് വിളിച്ചാൽ നീ നരകാഗ്നിക്ക് അർഹനായിത്തീരും. പുതിയ നിയമം ഇത്. പഴയ നിയമത്തിൽ കൊലപാതകം മാത്രമാണ് ന്യായവിധിക്ക് അർഹമായ തെറ്റ്. അത് ന്യായവിധിക്ക്, കർത്താവിന് മുമ്പിലുള്ള വിധിക്കാണ് അർഹമായ തെറ്റ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയാണ്, കുറച്ചുകൂടെ മാറ്റം വരുത്തി കർത്താവ് പറയുന്നു, നീ വിഡ്ഢി എന്ന് വിളിച്ചാൽ നീ നരകാഗ്നിക്ക് അർഹനായിത്തീരും. കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് ഒരു വിഡ്ഢികളെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. വിഡ്ഢികളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാ മതത്തിലും പെട്ടവർ, എല്ലാ ജാതിയിലും പെട്ടവർ, ഏത് വർണ്ണത്തിലും വർഗത്തിലും പെട്ടവർ, സാമ്പത്തിക ശേഷിയുള്ളവനും ഇല്ലാത്തവനും, അതിൻ്റെ ഒന്നും പേരിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ബുദ്ധി കുറവുള്ളവരും ബുദ്ധിയുള്ളവരും, ഒരുപക്ഷെ നമ്മൾ മണ്ടന്മാരെന്നും ബുദ്ധിയില്ലാത്തവരെന്നും വിഡ്ഢിയെന്നും ഒക്കെ വിളിക്കുന്നത് ഒരുപക്ഷെ കഴിവില്ലാത്തവരെ ആയിരിക്കും, ബുദ്ധിയില്ലാത്തവരെ ആയിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിക്ക് കുറവുള്ളവരെ ആയിരിക്കും. പക്ഷേ അവരെ പോലും അങ്ങനെ വിളിക്കാനായിട്ട് ദൈവം നിനക്ക് അവകാശം തന്നിട്ടില്ല. കാരണം അവരെ സൃഷ്ടിച്ചവനായ ദൈവമാണ് അവരുടെ ഉത്തരവാദി. നീ ഒരുവനെ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ, ഏതെങ്കിലും കാരണത്തിന് വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ, ആ വാക്കിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടെ, അതിൻ്റെ ഫുൾ ഗ്രാവിറ്റിയോടെ എത്തുന്നത് ദൈവത്തിനെതിരായിട്ടാണ്. വിഡ്ഢി, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് അർഹനായിത്തീരും. എന്ത് ഗൗരവകരമായ പാപമാത്!
അപ്പോൾ നമ്മുടെ നാവിലൂടെ വരുന്നത് വളരെ ശ്രദ്ധിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ജ്ഞാനമെല്ലാം അറിയുന്നു. വീണ്ടും കർത്താവ് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ദൈവം എല്ലാം കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണം. ഇല്ല എങ്കിൽ നരകാഗ്നിക്ക് വരെ അർഹമാകാനായിട്ട് സാധ്യതയുള്ളതാണ് നമ്മുടെ നാവിൻ്റെ ദുർവിനിയോഗം. അതുകൊണ്ട് വിഡ്ഢി എന്ന് വിളിക്കുന്നവർ സൂക്ഷിക്കുക, അത്തരത്തിലുള്ള വാക്കുകൾ അവസാനിപ്പിക്കുക. വീണ്ടും കർത്താവ് പറയുന്നു, വീണ്ടും 23-ാമത്തെ വചനം, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമായിട്ടാണ് ഈശോ ഒരു സാമൂഹിക നിയമം പറഞ്ഞു വയ്ക്കുന്നത്. നീ ബലിയർപ്പിക്കാൻ, അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ബലിയർപ്പിക്കുന്നത് ദൈവത്തിനാണ്. എന്താ ബലി? പാപപരിഹാര ബലി, കൃതജ്ഞതാബലി, ഇതൊക്കെയാണ് ബലികൾ. എൻ്റെ പാപത്തിനുള്ള പരിഹാരമായ ബലി, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ബലി. ഈ ബലി അർപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ നിനക്ക് നിൻ്റെ സഹോദരനെ നിന്റെ സഹോദരനോടല്ല, നിന്റെ സഹോദരൻ നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, എന്നിട്ട് വന്നിട്ട് കാഴ്ച അർപ്പിക്കുക. കാരണം അല്ലാതെ അർപ്പിക്കുന്ന ബലി, വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ബലിവസ്തുക്കൾ എനിക്ക് മ്ലേച്ഛ വസ്തുക്കളാണ്. കർത്താവ് പറയുന്നു, ഇങ്ങനെയാണ് പറയുന്നത്, 1-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളെ കൊണ്ടുള്ള മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. വ്യർത്ഥമായ കാഴ്ചകൾ ഇനി അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരനുമായിട്ട് രമ്യതപ്പെടാതെ, അതായത് അവന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ട്, നീ പറഞ്ഞതോ നീ പ്രവർത്തിച്ചതോ മൂലമായിരിക്കാം, ഇല്ലെങ്കിൽ വെറുതെ ഒരു തോന്നലുണ്ടായതായിരിക്കാം, എങ്കിലും ആ ബലിവസ്തു അവിടെ വെച്ചിട്ട്, നീ ആ കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനോട് അല്ലെങ്കിൽ അവളോട് രമ്യതപ്പെട്ടിട്ട് നീ ക്ഷമ ചോദിച്ച്, മാപ്പ് ചോദിച്ച്, കാല് പിടിച്ച് മാപ്പ് ചോദിച്ച് വന്ന് കാഴ്ചവസ്തു ബലിയർപ്പിക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിൻ്റെ കാഴ്ച സമർപ്പണം ദൈവം സ്വീകരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി കർത്താവ് പറയുന്നു, നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെടുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും, അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വിട്ടുവോളം അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോടതി കേസും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ കേസുകളും ഒക്കെയായി മുന്നിൽ വരുന്ന വ്യക്തികളോട് പലരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ രമ്യതപ്പെടുക, തെറ്റ് ചെയ്തവനോട് രമ്യതപ്പെടുക. നീ കേസ് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് രമ്യതപ്പെട്ടത് അവസാനിപ്പിക്കുക. കാരണം കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, നീ നിൻ്റെ പ്രതിയോഗിയുമായിട്ട് പോകുമ്പോൾ നിൻ്റെ പ്രതിയോഗി, അതായത് നീ ആർക്കെതിരാണോ കേസ് കൊടുത്തിരിക്കുന്നത്, നിനക്കെതിരായി കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നീ കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും പോകുന്ന വഴിക്ക് തന്നെ രമ്യതപ്പെട്ട് മാപ്പ് ചോദിക്കുക. കാരണം അല്ലെങ്കിൽ അവിടെ നിന്നും ഈ ന്യായാധിപ സംഘത്തിനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും, അത് എന്നേക്കുമായിട്ട് അടയ്ക്കപ്പെടും. നീ പൂട്ടപ്പെടാനുള്ള കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഏതെങ്കിലും അങ്ങനെയുള്ള കേസുകളോ ഏതെങ്കിലും ലോകത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ കിടന്ന കേസുകളോ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് അംഗീകരിക്കുക, മാപ്പ് കൊടുക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. സർവശക്തനായ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം തൊട്ടടുത്ത പള്ളികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സക്രാരികളിലോ ഒക്കെ ഉള്ളവരാണ്.
ഇതാ വിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സുകൊണ്ട് ധ്യാനിക്കാം. ഈശോയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഞാൻ ജീവനുള്ള അപ്പം, ജീവൻ നൽകുന്ന അപ്പം, ആ ജീവനുള്ള അപ്പത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവിക കൽപ്പനകൾക്കൊക്കെ രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളാണ് ഉള്ളത്. നമ്മളത് കണ്ടു. ദൈവത്തോടുള്ള ബന്ധം, സഹോദരങ്ങളുമായുള്ള ബന്ധം. അതിൽ ദൈവവുമായുള്ള ബന്ധം എത്ര മുറുകെ പിടിച്ചാലും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നത് നമുക്ക് ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും കോപിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ബോഷ എന്നോ മോശമായതോ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വിഡ്ഢി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കാം. നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കണം. സ്നേഹം ഉള്ളിടത്ത് ദൈവം വസിക്കുമെന്നാണ് പറഞ്ഞു വചനം പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളിടത്ത് ദൈവം വസിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവരുടെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് രമ്യതപ്പെടാം. ഏതെങ്കിലും വ്യക്തികളുമായി പിണക്കമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിൻ്റെ എതിരാളിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, ശത്രുവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. യഥാർത്ഥത്തിൽ നിൻ്റെ ശത്രു മനുഷ്യരല്ല. യഥാർത്ഥത്തിൽ ഓരോ ദൈവ പൈതലിൻ്റെയും ശത്രു പിശാച്, സാത്താൻ തന്നെയാണ്. അതുകൊണ്ട് സാത്താനെതിരെയുള്ള നമ്മുടെ ഈ ലോകത്തിലെ യുദ്ധത്തിൽ മനുഷ്യരാരും കടന്നു വരാൻ പാടില്ല. ആരോടെങ്കിലും പിണക്കമോ വിദ്വേഷമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അടുത്ത തവണ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോകുമ്പോൾ, അതിനു മുമ്പ് ആർക്കെങ്കിലും നിന്നോടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ഷമ ചോദിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേണം കടന്നു പോകാൻ. അപ്പോൾ നീ അർപ്പിക്കുന്ന ബലി ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായ ബലിയായി മാറും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ നിങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കും. നിമിഷം ഈശോ വചനത്തിലൂടെ നമ്മൾ കേട്ടതല്ലേ, വളരെ പ്രധാനപ്പെട്ട ഷമാ ഇസ്രായേൽ ആണ് നമ്മൾ കേട്ടത്. ഇസ്രായേലെ കേൾക്കുക, കർത്താവിൻ്റെ ജനം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട സത്യങ്ങളാണ് ഈശോ പറയുന്നത്. ഈ പുതിയ നിയമത്തിലൂടെ സഹോദരനെ സ്നേഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പഠിപ്പിക്കുന്ന ഈശോ പറയുകയാണ്, നിനക്ക് കേസുകളുണ്ടെങ്കിൽ നീ പോകുന്ന വഴിക്ക് തന്നെ അവനുമായി രമ്യതപ്പെടുക. ഇനി നീ കൊടുത്തിരിക്കുന്ന കേസാണെങ്കിൽ നീ നിരുപാധികം പിൻവലിക്കുക. അവന് തെറ്റ് മനസ്സിലാക്കി കൊടുക്കുക. അവന് തെറ്റ് മനസ്സിലാക്കാനും അവൻ വീണ്ടും തെറ്റിലേക്ക് വീഴാതിരിക്കാനും നീ അവന് സ്നേഹത്തോടെ അവനെതിരെയുള്ള കേസ് പിൻവലിക്കുക. തീരുമാനമെടുക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹം നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് കരങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏതെങ്കിലും മനുഷ്യരോട്, മാതാപിതാക്കളോടോ ജീവിത പങ്കാളിയോടോ മക്കളോടോ സഹോദരങ്ങളോടോ വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം ഈശോയുടെ മുമ്പിലേക്ക് അവരെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. പിതാവേ, അവർ ചെയ്യുന്നതെന്നൊന്നും അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എണ്ണി ആരോടെങ്കിലും വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറഞ്ഞ കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഓർക്കാം. റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നീ നിൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നീ നിൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ തലയിൽ തീക്കനൽ കൂന കൂട്ടുകയാണ്. നീ അവനെ വിശക്കുന്നെങ്കിൽ കുടിക്കാനും, വിശക്കുന്നെങ്കിൽ ഭക്ഷണവും, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അതുവഴി നീ അവൻ്റെ തലയിൽ തീക്കനൽ കൂന കൂട്ടുന്നു. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ നിങ്ങൾ കർത്താവിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ വേദനിപ്പിച്ചവരുണ്ടോ? ആ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്താൽ നീ പ്രതികാരം ചെയ്യാതെ തീരില്ല. അതുകൊണ്ട് കർത്താവിന് വിട്ടുകൊടുക്കുക. അവരെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ, ക്ഷമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഇപ്പോൾ ഈ മക്കളെ ഇപ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം സ്വീകരിച്ച് അങ്ങയുടെ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായി ഈ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമ ചോദിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവേ, ആ മക്കളെ അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ. കോപത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, വിരോധത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, ശത്രുതയുടെ കെട്ടുകൾ അഴിയട്ടെ, വൈരാഗ്യ ബുദ്ധിയുടെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ
നാമത്തിൽ സ്നേഹവും സമാധാനവും നമ്മുടെ സമൂഹങ്ങളിൽ വ്യാപരിക്കട്ടെ. സന്തോഷവും സമാധാനവും എല്ലാ കുടുംബങ്ങളിലും മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. സ്നേഹത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം പങ്കുവയ്ക്കുവാനുള്ള വലിയ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ പൈശാചിക ശക്തികളെയും ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. മനുഷ്യരായ അങ്ങയുടെ മക്കൾ, ദൈവമക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഭിന്നത തീർക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീന ശക്തികളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും ഒഴിയട്ടെ, എല്ലാ കോട്ടകളും തകരട്ടെ. സ്വാർത്ഥതയുടേതായ എല്ലാ ചിന്തകളും മാറിപ്പോകട്ടെ, വൈരാഗ്യം മാറിപ്പോകട്ടെ, കോപം മാറിപ്പോകട്ടെ, വിദ്വേഷം മാറിപ്പോകട്ടെ, അശ്ലീലം പറയുന്ന, തെറി പറയുന്ന എല്ലാ സ്വഭാവങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമകാരുണ്യനാഥ,